അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു അവസ്ഥ കണ്ട എന്താ പറയുക, ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പോൾ അല്ല, മഴ മാത്രമല്ല, മഴയും കാറ്റും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും തുലാവർഷം എങ്ങനെ പെയ്യുക അതുപോലെ തന്നെ മഴയായിരുന്നു കേട്ടോ ഈ വേനൽക്കാലത്ത് പറയുമ്പോൾ. അപ്പം അങ്ങനെ നമ്മുടെ മുറ്റമൊക്കെ കുളമായി ചളമായി. ഇന്ന് ഞാൻ അവിടെ കടിച്ചു വാരണം. ആകെ മൊത്തത്തിൽ ആകെ ഇലയാണ് കേട്ടോ. 4 വശം ഇങ്ങനെ തന്നെ കിടക്കണത്. അപ്പം ഞാൻ അടിക്കാൻ പോവാണ് മക്കളെ. പഠിക്കണതൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാളൊക്കെ ഇട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് തലയിലൊക്കെ കെട്ടി വെച്ചിട്ട് വേണം എനിക്ക് അടിച്ചു വരാൻ. അപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെ കേട്ടോ കിടക്കണത്. ഈ വീട്ടിലാകെയുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം. വേറെ ബാക്കിയെല്ലാം ഇവിടെ സെറ്റാണ്. ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കടി ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കാമെന്ന് പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ മിറ്റടിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലാവും. വെയിലായി കഴിഞ്ഞാൽ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും മിറ്റടിച്ച് തുടങ്ങാൻ വിചാരിച്ചു. കുട്ടികളെ മദ്രസയിൽ ഉണ്ടാക്കിയിട്ടത് അപ്പോൾ വന്നിട്ടുള്ളൂ. പിന്നെ കമൻ്റ് ഉണ്ടായിരുന്നു ഈ കണ്ണിൻ്റെ മുകളിലത്തെ തടിപ്പ് എന്താ ചോദിച്ചിട്ട്. കണ്ണിൻ്റെ മുകളിലത്തെ തടിപ്പ് കൊളസ്ട്രോളിൻ്റെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കൊളസ്ട്രോളൊന്നും ഉണ്ടായിരുന്നു ആദ്യം കുറച്ച്. അപ്പോൾ അത് ആ സമയത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കണ്ണിൻ്റെ മേലെ തടിപ്പ് വന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കൊളസ്ട്രോളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് അവിടെ തന്നെ നിന്നു, അത് പോണില്ല. എൻ്റെ താത്താക്കുണ്ട്, എൻ്റെ ഇക്കാക്കാക്കുണ്ട്. അപ്പോൾ പാരമ്പര്യമായിരിക്കും. കറക്റ്റായിട്ട് അത് എന്താ കാരണം എന്നറിയില്ല. അപ്പം എന്തായാലും ഞാൻ അടിച്ചു വരട്ടെ. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, വയ്യ. ഈ രാവിലെ തന്നെ ഇങ്ങനെ മിറ്റം കിടക്കണ കണ്ടാൽ തന്നെ ഭ്രാന്ത് വരും. അപ്പോൾ എന്തായാലും അടിച്ചു വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അടിച്ചു വരട്ടെ. കുഞ്ഞു കിടന്ന് ഉറങ്ങാട്ടോ. അവന് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അവൻ പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് കഴിയാൻ നോക്കട്ടെ, എന്നിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ അടിച്ചു വരാൻ പോവാണ്. അടിച്ചു വരി കഴിഞ്ഞിട്ട് ചായയുടെ കടി ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കിയത് നമ്മുടെ പതിവ് പോലെ നീർദോശ തന്നെയായിരുന്നു കേട്ടോ. നീർദോശയും ചമ്മന്തി ആയിരുന്നു. നമ്മുടെ ചമ്മന്തി അല്ല, ഒരു മുട്ടക്കറി പോലെ ഒരു സംഭവമാണ് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കിയിട്ട് വെച്ചു. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് അടുപ്പിച്ച് നീർദോശ തന്നെ കേട്ടോ. പിന്നെ ഞാവൽപ്പഴം പറക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മാങ്ങ പറക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ മാങ്ങ കിട്ടും, ഞാവൽപ്പഴം കിട്ടും. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. കുറേ കഴിഞ്ഞാൽ മാങ്ങ ഒക്കെ മുറിച്ചിട്ട് ഞാൻ ജ്യൂസ് അടിക്കും. അങ്ങനെ ഇട്ടപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥിരം പരിപാടി അതാണ്. മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വന്നിട്ട് കുടിച്ചോളും. അങ്ങനെ ചെത്തിയിട്ട് പൂളാക്കിയിട്ട് കൊടുക്കുകയൊന്നുമില്ല, ജ്യൂസ് അടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ദോശ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സവാളൊക്കെ ഞാൻ കുറേശ്ശൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കട്ട് ചെയ്യാണ്ട് അതിൻ്റെ ഇടയിൽ തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അത് അലക്കണം. സോപ്പും പൊടിയിൽ മുക്കി വെച്ചേക്കട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ ചോറ് വെന്ത്. പിന്നെ ഇവിടുത്തെ ശിങ്കാരികളേനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നിട്ട് മാങ്ങ തിന്നണം ഒരെണ്ണം. മാങ്ങയുടെ അണ്ടി ചപ്പി 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 തിന്നുന്നുണ്ട്. ഒരെണ്ണം അതായിരിക്കണം മാങ്ങ ചപ്പിയിട്ട്. പിന്നെ കറി വെച്ചത് എന്താണെന്ന് അറിയണ്ടേ. കറി വെച്ചത് ഇന്ന് മുളക് ചാറ വെച്ചേക്കണത്. മീൻ മത്തി മുളക് ഇട്ടതാട്ടാ. പിന്നെ മീൻ വറുത്തതും. പൂച്ച തിന്നാണാവും. പിന്നെ കുഞ്ഞുവിനെ കാണിച്ചു തരാം. കുഞ്ഞു എവിടെയാ? കുഞ്ഞുതാ അവിടെ കിടക്കുന്നു കേട്ടാ. ഇതെന്തൊരു സൗണ്ട് കേട്ട്? ഗുണ്ട് പൊട്ടിയതാ. കുഞ്ഞുനെ നേരെ കിടപ്പന്നെ പണി, കളിക്കാനൊന്നും പോവില്ല. കുഞ്ഞു ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നേരമായി. എന്നിട്ട് കളിച്ചു, എന്നിട്ടൊന്ന് വന്നു, മാങ്ങ പറക്കി വന്നു, എന്നിട്ട് കിടന്നു. മൊബൈൽ താഴ്ത്ത് വെച്ച് അപ്പെടുക്കും. മൊബൈൽ താഴ്ത്ത് വെക്കാനേ പാടില്ല, അപ്പെടുക്കും. അങ്ങനത്തെ കുട്ടിയാ. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സ്വഭാവം ഉണ്ട് കുഞ്ഞിന്. തിരിച്ചടിച്ചോ, ബോറടിക്കുന്നുണ്ട് ഇത്ര അവന്.
ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ലാസ്റ്റ് ഞാനൊരു പാട്ട് ആലപിക്കുന്നുണ്ട്. എൻ്റെ കഴിവ് ഞാൻ ഇതിൽ തെളിയിക്കുന്നുണ്ട്. ആരും പാട്ട് കേട്ടിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. ഞങ്ങൾക്കൊരു മൈക്കിയും ബോക്സൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഏത് നേരം ഇപ്പോൾ പാട്ട് പാടില്ല പണി. അപ്പോൾ പാട്ട് കേട്ടിട്ട് വരാട്ടോ. നമുക്കൊന്ന് കേട്ടിട്ട് കമൻറ്റ് ചെയ്യട്ടാ, കളിയാക്കരുത്. കണ്ണീർ വാഴ്ത്തു നിൽക്കയാണ് നീലമേ വെച്ചു അന്ന് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പു കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു. അപ്പോഴേ കഥകളെല്ലാം അപ്പടേ മറന്നു. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു